ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ തായ്ഫിലോട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തായ്ഫിൽ ഒരുപാട് റിവ്യൂ കിട്ടിയിട്ടുള്ള അൽ ഷരീഫ് മ്യൂസിയത്തെ കുറിച്ചും പിന്നെ അവിടുത്തെ അടിപൊളി ഫുഡ് സ്പോട്സിനെ കുറിച്ചും പിന്നെ നമ്മുടെ സ്റ്റേയും കുറിച്ചാണ്. ഇതാണ് നമ്മൾ തായ്ഫിലോട്ട് പോകുന്ന റോഡ്. നമ്മുടെ ഡ്രൈവറായ മിസ്റ്റർ പാപ്പൻസ്, പിന്നെ പാപ്പൻസിന്റെ വൈഫ് അനിന, എൻ്റെ മളു. നമ്മൾ പോകുന്ന വഴി ഫുൾ കല്ലുമലകളാണ് ഗൈസ്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കറുത്ത കല്ലൊക്കെ വെച്ചുണ്ടാക്കിയ എന്തൊക്കെയോ മലകളാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബട്ട് പെട്രോൾ നിന്ന് പോയി നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പെട്രോൾ പമ്പിലൊക്കെ കയറാണ്. ഇവിടെ കുറേ കാലമായിട്ട് 44 രൂപയാണ് പെട്രോളിന് കേട്ടോ. പോകുന്ന വഴി ഒട്ടകത്തിനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നോക്കിയതും ദേ ഒട്ടകം. നമ്മൾ വൈകിട്ട് ഇറങ്ങിയതാണ് ഗായ്സ്. ഇവിടെ എത്താൻ രാത്രി 8 മണിയായി. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അൽ ഷരീഫ് മ്യൂസിയം ആണ്. ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഒരു മ്യൂസിയമാണ്. നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് നാട്ടിലെ ടൈമിംഗ് പോലെയൊന്നുമല്ല കേട്ടോ. വൈകിട്ട് 4 മണി മുതൽ പുലർച്ചെ 12 മണി വരെയാണ് ഈ മ്യൂസിയം വർക്ക് ചെയ്യുന്നത്. 20 സർ per person ആണ് ടിക്കറ്റ് പ്രൈസ്. ഈ മ്യൂസിയത്തിൽ കൂടുതലും അവരുടെ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽസും അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും അവരുടെ വേ ഓഫ് ലിവിങ് ഒക്കെയാണ് കാണിക്കുന്നതെന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് നോക്കാം. We have the tap water right here. Not intended for use. Yeah, and this one is the toilet, which is not intended for use, but let's just take a look. This is the toilet. Okay. Oh, there is a lantern there. This is the bucket, guys. Water tap at the bottom. ഇത് നമ്മളെ കിണ്ടി അല്ലേ ഗൈസ്? നമ്മളെ കിണ്ടി ഗൈസ്, നമ്മുടെ കിണ്ടി അല്ല ഗൈസ്, നമ്മുടെ കിണ്ടി ഇത് അവിടുത്തെ ടോയ്ലറ്റില് ഒട്ടകത്തിന്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയില്ലാണ്. ഇവിടെ വലിയ വലിയ ബിരിയാണി ചെമ്പുകളുണ്ട്. ഗൈസ്, നമുക്ക് അടുത്തതായ വലിയ പെരുന്നാൾക്ക് വേണ്ടി ചെമ്പ് സെറ്റപ്പ് നോക്കുന്ന പരിപാടിയാണ്. ഇതിലാണ് നമ്മൾ മന്തി കഴിക്കുന്നത്. ഇപ്പോഴത്തെ മണ്ണെണ്ണ സ്റ്റവ് വരെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊരു ഇത് മ്യൂസിയം. പിന്നെ ഒട്ടകമില്ലാത്തവരുടെ കംപ്ലീറ്റ് പാസ് പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒട്ടകത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മിക്കുട്ടിയും കല്ലും വരെ ഇവിടെ ഉണ്ട് ഗൈസ്. അരി അരയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരു ഫുൾ സെക്ഷൻ ഓഫ് വിൻറ്റേജ് കാർസ് ഇവിടെ ഉണ്ട്. ഓരോരുത്തർ അവരുടെ ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചു തുടങ്ങി ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് എതിരാണ് റോൾസ് റോയ്സിന്റെ മുന്നിൽ അതിങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ വെക്കാൻ തുടങ്ങി. റോൾസ് റോയ്സ് തന്നെ അടുത്ത രീതിയിൽ ഇറക്കി അവരുടെ ആ ഒരു. Now you can see these things are huge. I really like this one. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാർസ് ഉണ്ട് ഗൈസ് ഇവിടെ. നമ്മൾ വലിയ കാർ ഫാൻസ് ഒന്നുമല്ല, എന്നിട്ട് കൂടി ഞങ്ങൾ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ ബോയ്സിനെ കുറിച്ച് പറയണ്ടല്ലോ. ഒരുപാട് റേഡിയോസ്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് റേഡിയോസും പിന്നെ നമ്മളെ കുറേ CD കാസറ്റ്സും ടാപ്പ് റെക്കോർഡേഴ്സും ഒക്കെ ഉണ്ട്. ബട്ട് ഏറ്റവും കൂടുതൽ നൊസ്റ്റു അടുപ്പിച്ചത് ഈ പെട്ടിപ്പേടിയാണ് കേട്ടോ. പിന്നെ ഈ ബാബർ ഷോപ്പും. പണ്ടത്തെ ഫോട്ടോ സ്റ്റുഡിയോയിലെ വലിയ ക്യാമറയാണിത്. അത് കൂടാതെ ചെറിയ ക്യാമറാസിൻ്റെ വെറൈറ്റീസ് ഇവർ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ തുന്നക്കടയാണ് ഗൈസ്. വെറൈറ്റീസ് ഓഫ് തുന്നൽ മെഷീൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ട് ഒരു എവല്യൂഷൻ ഓഫ് തുന്നൽ മെഷീൻസ് എന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. Actually, US Indian rupees there. Do you guys remember this? Hero pen? Yes. Ink pen. Yeah, ink pen. Abacus. This is the old mosque. Minaret. സോ അതായിരുന്നു നമ്മുടെ മ്യൂസിയം ഗൈസ്. ഒരുപാടുണ്ട് കാണാൻ. 20 റിയാൽസിന് ഡെഫിനറ്റ്ലി വർത്തിട്ടാണ്. കുറേ സമയത്ത് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് തന്നെ മ്യൂസിയത്തിൽ എത്തിയ മാതിരി തോന്നും. കുറേ നൊസ്റ്റൊക്കെ അടിച്ച് നടക്കാം. സോ ഡെഫിനറ്റ്ലി വർത്ത് ട്രൈ ഔട്ട്. 11 മണിയായി ഗൈസ്. നമ്മൾ നല്ല ടയേർഡാണ്, അതേപോലെ തന്നെ നല്ല വിശക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഹോട്ടൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണ് booking.com വഴി. സോ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്താൽ മതി. നമ്മളിനി ലഗേജൊക്കെ പിന്നെ എടുത്ത് വയ്ക്കാമെന്ന് കരുതി ജസ്റ്റ് റൂമൊക്കെ ഒന്ന് പോയി നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഗൈസ്. നമ്മുടെ ഇവിടെ ലിവിങ് റൂം ഉണ്ട്, പിന്നെ TV, വൈഫൈ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. അത്യാവശ്യം സ്പേഷ്യസും നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഒക്കെ ആയി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കിച്ചൺ ഉണ്ട്. കിച്ചണിലും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കെറ്റിൽ, ഓവൻ, ഒരു ഇൻഡക്ഷൻ സ്റ്റവ് ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ്, ക്യാബിനറ്റ്സ് എല്ലാതും ഉണ്ട്. പിന്നെ നമുക്കിതാണ് നമ്മുടെ ഫസ്റ്റ് ബാത്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഗൈസ്. ഇവിടെ നമ്മുടെ സെക്കൻഡ് ബാത്റൂം. പിന്നെ നമുക്ക് വേണ്ട എല്ലാ ടോയ്ലറ്റ് ആക്സസറീസും ഇവിടെ ഉണ്ട്. നൈസ്. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ്. ഇത് അത്യാവശ്യം അഫോർഡബിളും ആണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നന്നായി വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മളെ ഹോട്ടലിൻ്റെ ജസ്റ്റ് അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോവാണ്. അച്ചുമാമൻ ഇല്ലായിരുന്നെങ്കിലും നമ്മൾ എങ്ങനെ സീക്വൻസ് പഠിക്കും? ഓക്കെ, കളി എന്ന് പറഞ്ഞാൽ ഒരാൾ 2 സീക്വൻസ് വെക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. മീൻസ് ഒരാളല്ല, ഒരു ടീം. അതൊരു വാശിയേറിയ പോരാട്ടമായിരുന്നു. 2 മണിയൊക്കെ ആയി നമ്മൾ ഉറങ്ങിയപ്പോൾ. ബാക്കി നമുക്കിനി പാർട്ട് 2 കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.